നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റും ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് അറ്റ് സൈനോവിയൽ ജോയിൻറ്റും പഠിക്കാം. എല്ലാവരും സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ പാർട്ട് 1, 2, 3 പഠിച്ചതിന് ശേഷം ഇത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് അറ്റ് സൈനോവിയൽ ജോയിൻറ്റ് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഈ നോട്ട്സ് മുഴുവനും എഴുതി വെക്കാം. എന്നിട്ട് ഞാൻ ഓരോ പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. ഫസ്റ്റ് വൺ, ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്. ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈഡ് ടു സൈഡും ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റും ഉണ്ടാകും. അവിടെ ഏറോ മാർക്കിൽ കാണിച്ചിട്ടുണ്ട്. ആ ഏറോ മാർക്ക് നോക്കിയാൽ മതി. സൈഡ് ടു സൈഡ് നമ്മൾ ആ ഭാഗം നമ്മൾ കൈ കൊണ്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുക, സൈഡ് ടു സൈഡും നമുക്ക് ബാക്ക് ആൻഡ് ഫോർത്തും മൂവ് ചെയ്യാൻ കഴിയും. ഏറോ മാർക്ക് കാണിച്ചതുപോലെ. ഒന്നും കൂടി പറയാം. ഗ്ലൈഡിങ് ഈസ് എ സിമ്പിൾ മൂവ്മെൻറ്റ് ഇൻ വിച്ച് നിയർലി ഫ്ലാറ്റ് ബോൺ സർഫേസസ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ആൻഡ് ഫ്രം സൈഡ് ടു സൈഡ് വിത്ത് റെസ്പെക്ട് ടു വൺ അനദർ. അവിടെയുള്ള ഫ്ലാറ്റ് ബോൺ സർഫേസസിൻ്റെ ഇടയിലുള്ള ബാക്ക് ആൻഡ് ഫോർത്തും സൈഡ് ടു സൈഡും ഉള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള അവിടെയുള്ള കാർപ്പൽ ബോൺസിൻ്റെ ഇടയിലാണ് ഈ മൂവ്മെൻറ്റ് സാധിക്കുന്നത്. കാർപ്പലിൻ്റെ ഇടയിലായതുകൊണ്ട് ഇൻ്റർ കാർപ്പൽ ബോൺസും പിന്നെ ഇൻ്റർ ടാർസൽ ബോൺസിൻ്റെ ഇടയിലും ഈ മൂവ്മെൻറ്റ് സാധ്യമാണ്. അതായത് നമ്മുടെ കാലിൻ്റെത്. ശരിക്കും ഈ കാർപ്പൽ ബോൺസും ടാർസൽ ബോൺസും എല്ലാ ബോൺസിനെയും പറ്റിയിട്ട് ഞാനൊരു ക്ലാസ് എടുക്കും. ഇതിപ്പം കുറച്ച് സ്റ്റുഡൻസിന് ജോയിൻസ് ഫസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ജോയിൻസിൻ്റെ ക്ലാസ് എടുക്കുന്നത്. കാർപ്പൽ ബോൺസ്, ടാർസൽ ബോൺസ്, അങ്ങനെ ഒരുപാട് ബോൺസിൻ്റെ ബോൺസ് പഠിച്ചതിന് ശേഷമാണ് ശരിക്കും ജോയിൻസ് പഠിക്കേണ്ടത്. ജോയിൻസ് വേഗത്തിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇതെടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോട്ട്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് വൺ, ആംഗുലാർ മൂവ്മെൻറ്റ്. ഇൻ ആംഗുലാർ മൂവ്മെൻറ്റ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഓർ എ ഡിക്രീസ് ഇൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ആർട്ടിക്കുലേറ്റിംഗ് ബോൺസ്. ആർട്ടിക്കുലേറ്റിംഗ് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോൺസ് ജോയിൻ ആവുന്നത്. ആർട്ടിക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജോയിൻ ആവുക. ആ ആർട്ടിക്കുലേറ്റിംഗ് ബോൺസിൻ്റെ ഇടയിലുള്ള ആംഗിളിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ആംഗുലാർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആംഗിളിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ആംഗുലാർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആംഗുലാർ മൂവ്മെൻറ്റ്സിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഹൈപ്പർ എക്സ്റ്റൻഷൻ, ലാറ്ററൽ ഫ്ലെക്ഷൻ, പിന്നെ അബ്ഡക്ഷൻ, അഡക്ഷൻ ആൻഡ് സർക്കംഡക്ഷൻ. പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞുതരാം. അന്നേരം കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇതിൽ ഫസ്റ്റ് പിക്ചർ നോക്കുക. തല ഇങ്ങനെ മുമ്പിലേക്ക് മടക്കുന്നത്, അതിനെയാണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. നിവർത്തുമ്പോൾ എക്സ്റ്റൻഷനായി, കൂടുതൽ നിവർത്തുമ്പം ഹൈപ്പർ എക്സ്റ്റൻഷനായി. മടക്കുന്നതെന്ന് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. തല മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്ലെക്ഷൻ, ബാക്കോട്ടേക്ക് ആക്കുമ്പം എക്സ്റ്റൻഷൻ, നല്ലോണം ബാക്കോട്ടേക്ക് ആകുമ്പോൾ, അതായത് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് എക്സ്റ്റൻഷൻ, മുമ്പിൽ ബാക്കോട്ടേക്ക് ആക്കുന്നതിന് ആ ഏറോ മാർക്ക് നോക്കിയാൽ മതി. മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫ്ലെക്ഷൻ, മുമ്പിലുള്ളതിനെ പിന്നെ ബാക്കോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ്റ്റൻഷൻ, പിന്നെ വീണ്ടും ബാക്കോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഏറ്റവും കൂടുതൽ നല്ലോണം എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ. ഇത് ഏത് ജോയിൻറ്റിലാണ് തലേൻ്റെത് കാണിക്കുന്നത്? അറ്റ്ലാൻഡോ ഓക്സിപിറ്റൽ ആൻഡ് സെർവൈക്കൽ ഇൻ്റർവെർട്ടിബ്രൽ ജോയിൻറ്റ്. അറ്റ്ലാൻഡോ എന്ന് ഉദ്ദേശിച്ച അറ്റ്ലസിനെയാണ് കേട്ടോ. പിന്നെ ഓക്സിപിറ്റൽ തലയിലുള്ള ജോയിൻറ്റ്. ഇനി ആ രണ്ടാമത്തെ ബി, ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഒരു പിക്ചർ നോക്ക്. അതിൻ്റെ അകത്ത് കൈ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്ലെക്ഷൻ, മടക്കല്ലേ ചെയ്യുന്നത് മുകളിലേക്ക്. മുകളിൽ നിന്ന് എന്നിട്ട് താഴോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എക്സ്റ്റൻഷൻ, പിന്നെ വീണ്ടും ബാക്കോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഹൈപ്പർ എക്സ്റ്റൻഷൻ. അതേപോലെ തന്നെ നമ്മളെ എൽബോ ജോയിൻറ്റ്, നമ്മളെ എൽബോ ഇല്ലേ, എൽബോൻ്റെ അടുത്തുനിന്ന് അതും മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മടക്കുമ്പോൾ ഫ്ലെക്ഷൻ, തിരിച്ച് ബാക്കോട്ടേക്ക് വരുമ്പം എക്സ്റ്റൻഷനായി. ഹൈപ്പർ എക്സ്റ്റൻഷൻ ഇവിടെ ഇല്ല. നമുക്ക് എൽബോ ജോയിൻറ്റിൻ്റെ ബാക്കോട്ടേക്ക് നമുക്ക് മടക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട്. ഇനി നെക്സ്റ്റ് നാലാമത്തെ ആ ഒരു പിക്ചർ നോക്ക്. റിസ്റ്റ് ജോയിൻറ്റ്. റിസ്റ്റ് ജോയിൻറ്റിലും കണ്ടോ, മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ മടക്കുമ്പോൾ ഫ്ലെക്ഷൻ, അത് മടക്കിയെടുത്തുനിന്ന് ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് അവിടുന്ന് ആ ഏറോ മാർക്ക് കറക്റ്റായിട്ട് നോക്കണം. അവിടുന്ന് ബാക്കോട്ടേക്ക് വരുമ്പം എക്സ്റ്റൻഷൻ. അല്ലാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇത് എക്സ്റ്റൻഷൻ ആണെന്നല്ല. ആ മടക്കിയെടുത്തുനിന്ന് ബാക്കോട്ടേക്ക് വരുന്നതിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ആ മൂവ്മെൻറ്റിന്, ആ ഒരു ആംഗുലാർ മൂവ്മെൻ്റ് ആണ്. ആ ആംഗിളാണ് കാണിക്കുന്നത്. എന്നിട്ട് എക്സ്റ്റൻഷന് അവിടുന്ന് തിരിച്ച് വീണ്ടും ബാക്കോട്ടേക്ക് വരുമ്പം ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഇനിയിപ്പോൾ താഴെ കാലിൻ്റെത് നോക്ക്. അതും മുമ്പിലേക്ക് മടക്കുന്ന സമയത്ത് ഫ്ലെക്ഷൻ, ബാക്കോട്ടേക്ക് വരുമ്പോൾ എക്സ്റ്റൻഷൻ, വീണ്ടും ബാക്കോട്ടേക്ക് വരുമ്പം ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ഹൈപ്പർ എക്സ്റ്റൻഷനുമാണ് കാണിച്ചത്. ഇനി നെക്സ്റ്റ് വൺ, നീ ജോയിൻറ്റ്. നീ ജോയിൻറ്റിനും അതേപോലെ തന്നെ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. മടക്കുന്ന സമയത്ത് ഫ്ലെക്ഷൻ, മുകളിലേക്കാക്കുമ്പം എക്സ്റ്റൻഷൻ. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യാൻ കഴിയില്ല. മുട്ടിൻ്റെ അടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ, തിരിച്ച് അങ്ങോട്ടേക്ക് മടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഇല്ല. പിന്നെ ലാസ്റ്റ് വൺ, ലാറ്ററൽ ഫ്ലെക്ഷൻ. ലാറ്ററൽ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലേക്ക്, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡിലേക്കുള്ള ഫ്ലെക്ഷൻ, ഒരു മടങ്ങുക. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഹൈപ്പർ എക്സ്റ്റൻഷൻ ആൻഡ് ലാറ്ററൽ ഫ്ലെക്ഷൻ മനസ്സിലായില്ലേ? ഇനി ഈ പിക്ചർ നിങ്ങൾ ഒന്നും കൂടി നോക്ക്. ഫസ്റ്റിലത്തത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, ബെൻഡിങ് ദ ഹെഡ് ടുവേർഡ് ദ ചെസ്റ്റ് അറ്റ് ദി അറ്റ്ലാന്റോ ഓക്സിപിറ്റൽ ജോയിൻറ്റ്സ് ബിറ്റ്വീൻ ദ അറ്റ്ലസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വെർട്ടിബ്രൻ്റെ പേരാണ്, ആൻഡ് ദി ഓക്സിപിറ്റൽ ബോൺ ഓഫ് ദി സ്കൾ ആൻഡ് അറ്റ് ദി സെർവൈക്കൽ ഇൻ്റർവെർട്ടിബിൾ ജോയിൻറ്റ്സ് ബിറ്റ്വീൻ ദ സെർവൈക്കൽ വെർട്ടിബ്രേ. എഴുതി വെച്ചെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തത് ബെൻഡിങ് ദ ട്രങ്ക് നിങ്ങൾക്കറിയാലോ, ട്രങ്ക് ഫോർവേഡ് അറ്റ് ദി ഇൻ്റർവെർട്ടിബ്രൽ ജോയിൻറ്റ്സ് ആസ് ഇൻ ഡൂയിങ് എ ക്രഞ്ച് വിത്ത് യുവർ അബ്ഡോമിനൽ മസിൽസ്. ഇനി മൂന്നാമത്തത് മൂവിങ് ദ ഹ്യൂമറസ് ഫോർവേഡ് അറ്റ് ദി ഷോൾഡർ ജോയിൻറ്റ് ആസ് ഇൻ സ്വിങ്ങിങ് ദ ആംസ് ഫോർവേഡ് വൈൽ വാക്കിംഗ്. അടുത്തത് മൂവിങ് ദ ഫോർ ആം ടുവേർഡ്സ് ദി ആം അറ്റ് ദി എൽബോ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ ഹ്യൂമറസ് അൾന ആൻഡ് റേഡിയസ് ആസ് ഇൻ ബെൻഡിങ് യുവർ എൽബോ. അടുത്തത് മൂവിങ് ദ പാം ടുവേർഡ്സ് ദ ഫോർ ആം അറ്റ് ദി റിസ്റ്റ് ഓർ റേഡിയോ കാർപ്പൽ ജോയിൻറ്റ്സ് ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് കാർപ്പൽസ് ആസ് ഇൻ അപ്വേർഡ് മൂവ്മെൻറ്റ് വെൻ ഡൂയിങ് റിസ്റ്റ് കേൾസ്. CURLS. ഇനി നെക്സ്റ്റ് വൺ അടിയിലുള്ള കാലിൻ്റെത്. മൂവിങ് ദ ഫെമർ ഫോർവേഡ് അറ്റ് ദി ഹിപ്പ് ജോയിൻറ്റ് ബിറ്റ്വീൻ ദ ഫെമർ ആൻഡ് ഹിപ്പ് ബോൺ ആസ് ഇൻ വാക്കിംഗ്. അടുത്തത് നമ്മളെ മുട്ടിൻ്റെത്. മൂവിങ് ദ ഹീൽ ടുവേർഡ്സ് ദ ബട്ടക്സ് അറ്റ് ദി ടിബിയോ ഫെർമൽ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ ടിബിയ ഫെമർ ആൻഡ് പട്ടേല ആസ് ഒക്കേഴ്സ് വെൻ ബെൻഡിങ് ദ നീ. പട്ടേല എന്ന് പറയുന്നത് നമ്മളെ മുട്ടിലുള്ള ബോണാണ്. ഇനി നെക്സ്റ്റ് വൺ ലാറ്ററൽ ഫ്ലെക്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് വിച്ച് ഒക്കേഴ്സ് അലോങ് ദി ഫ്രോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻവോൾവ്സ് ദ ഇൻ്റർവെർട്ടിബ്രൽ ജോയിൻറ്റ്സ്. ഇങ്ങനെ എഴുതണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ആംഗുലാർ മൂവ്മെൻറ്റ്സിൽ ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഹൈപ്പർ എക്സ്റ്റൻഷൻ ആൻഡ് ലാറ്ററൽ ഫ്ലെക്ഷൻ മനസ്സിലായി. ഇനി നമുക്ക് അബ്ഡക്ഷൻ, അഡക്ഷൻ ആൻഡ് സർക്കംഡക്ഷൻ നോക്കാം. പിക്ചർ കാണിച്ചിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് മുന്നേ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അബ്ഡക്ഷനിൽ AB, അപ്പ് എന്ന് പറഞ്ഞാൽ എവേ എന്നും, അഡക്ഷനിൽ AD എന്ന് പറഞ്ഞാൽ ADയിൽ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേർഡ്സ് എന്നാണ് അർത്ഥം. ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ടു, അതായത് മൂവ്മെൻറ്റ്. ഓക്കെ, അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എവേ ഫ്രം ദ മിഡ് ലൈൻ. അപ്പ് എന്ന് പറഞ്ഞാൽ എവേ. അബ്ഡക്ഷൻ ഓർ റേഡിയൽ ഡീവിയേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ബോൺ എവേ ഫ്രം ദ മിഡ് ലൈൻ. മിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നടുക്ക് നമ്മളൊരു ലൈൻ, ഇമാജിനറി ലൈൻ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതിന്. എവേ ആണെങ്കിൽ അബ്ഡക്ഷനും, ടുവേർഡ്സ് ദ മിഡ് ലൈൻ ആണെങ്കിൽ അഡക്ഷനും. ഓക്കെ, ഇനി ബോത്ത് മൂവ്മെൻറ്റ്സ്, അബ്ഡക്ഷനും അഡക്ഷനും, ബോത്ത് മൂവ്മെൻറ്റ്സ് യൂഷ്വലി ഒക്കർ അലോങ് ദി ഫ്രോണ്ടൽ പ്ലെയിൻ. ഫ്രോണ്ടൽ പ്ലെയിൻ നിങ്ങൾക്കറിയാലോ. ഫ്രോണ്ടൽ പ്ലെയിൻ അഥവാ കൊറോണൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി പാർട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് സർക്കംഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് ദി ബോഡി പാർട്ട്. ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള എൻഡ് ഓഫ് ദ ബോഡി പാർട്ട് ഇൻ എ സർക്കിൾ. ഡിസ്റ്റൽ എൻഡ്, ബോഡി പാർട്ടിലുള്ള ഡിസ്റ്റൽ എൻഡ് സർക്കിളിലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. CIRC എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ സർക്കിൾ മൂവ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. എക്സാമിന് എഴുതുമ്പോൾ എഴുതണം, സർക്കംഡക്ഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് ദ ബോഡി പാർട്ട് ഇൻ എ സർക്കിൾ. പിന്നെ ഒരു കാര്യം, സർക്കംഡക്ഷൻ ഈസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് മൂവ്മെൻറ്റ് ബൈ ഇറ്റ് സെൽഫ് ബട്ട് റാദർ എ കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഫ്ലെക്ഷൻ, അബ്ഡക്ഷൻ, എക്സ്റ്റൻഷൻ, അഡക്ഷൻ ആൻഡ് റൊട്ടേഷൻ ഓഫ് ദ ജോയിൻറ്റ് ഓർ ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. അതായത് സർക്കംഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐസൊലേറ്റഡ് മൂവ്മെൻ്റ് അല്ല. ഇത് ഫ്ലെക്ഷനും അബ്ഡക്ഷനും എക്സ്റ്റൻഷനും അഡക്ഷനും എല്ലാം കൂടി, റൊട്ടേഷൻ ഓഫ് ദ എല്ലാം കൂടിയിട്ടാണ് ഈ സർക്കംഡക്ഷൻ വരുന്നത്. അതായത് ഒരു ഭാഗത്തേക്ക് കറക്കി കഴിഞ്ഞാൽ തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കറക്കുക. അതുകൊണ്ടാണ് റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞത്. ഫ്ലെക്ഷൻ, അബ്ഡക്ഷൻ, എക്സ്റ്റൻഷൻ, അഡക്ഷൻ ആൻഡ് റൊട്ടേഷൻ എന്നുള്ളത് നേരെ തിരിച്ച് വരും എന്ന്. ഇനി ഇതേ പിക്ചേഴ്സ് നോക്ക്. പിക്ചേഴ്സിൽ ഫസ്റ്റ് വൺ മുകളിൽ കൈയുള്ളത് മിഡ് ലൈനിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ബോഡീൻ്റെ മിഡ് ലൈനിൽ നിന്ന് ദൂരോട്ടേക്ക് പോകുന്നതിന് അബ്ഡക്ഷനും അടുത്തോട്ടേക്ക് വരുന്നത് അഡക്ഷൻ എന്നാണ് പറയും. ഇതിൻ്റെ അകത്ത് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് റൈറ്റ് സൈഡിലുള്ളത് റിസ്റ്റിൻ്റെ ഭാഗവും അതേപോലെ തന്നെ മിഡ് ലൈനിൽ നിന്ന് ദൂരോട്ടേക്ക് പോകുമ്പോൾ അബ്ഡക്ഷൻ, പിന്നെ അടുത്തോട്ടേക്ക് വരുമ്പം അഡക്ഷൻ. നമ്മൾ ബോഡീൻ്റെ മിഡ് ലൈനാണ് പറയുന്നത്. ബോഡീൻ്റെ മിഡ് ലൈൻ, കൈ ബോഡീൻ്റെ അടുത്തുനിന്ന് ദൂരോട്ടേക്ക്, റിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ദൂരോട്ടേക്ക് പോകുമ്പം അബ്ഡക്ഷനും ബോഡീൻ്റെ അടുത്തോട്ടേക്ക് വരുമ്പം അത് അഡക്ഷൻ. അതേപോലെ തന്നെ കാല് ദൂരോട്ടേക്ക്, മിഡ് ലൈനിൽ നിന്ന് ദൂരോട്ടേക്ക് പോകുമ്പോൾ അബ്ഡക്ഷൻ, അടുത്തോട്ടേക്ക് വരുമ്പോൾ അഡക്ഷൻ. അതേപോലെ നമ്മളെ വിരലുകളുടെ കാര്യത്തിൽ മാത്രം ഈ മിഡ് ലൈൻ എന്ന് പറയുന്നത് ബോഡീൻ്റെ മിഡ് ലൈൻ അല്ല, നമ്മളെ ആ ഒരു നടുവിരലിൻ്റെ നേരെ ഒരു ഇമാജിനറി ലൈന് വരക്കാം. അവിടെ നിന്ന് ദൂരോട്ടേക്ക് പോകുമ്പം അബ്ഡക്ഷനും അതിൻ്റെ അടുത്തോട്ടേക്ക് വരുന്നതാണെങ്കിൽ അഡക്ഷനും. ഇനി എക്സാമിന് എഴുതുമ്പം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പിക്ചർ കാണിച്ചത് നിങ്ങൾക്കിത് മനസ്സിൽ കാണണം, എന്നാലേ നിങ്ങൾക്ക് ശരിക്കും എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ,
മൂവിങ് ദ ഹ്യൂമറസ് ലാറ്ററലി അറ്റ് ദി ഷോൾഡർ ജോയിൻറ്റ്. ആ മുകളിൽ ലെഫ്റ്റ് സൈഡിലത്തെ ആ ഒരു പിക്ചർ നോക്കാം. മൂവിങ് ദ ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അപ്പറാമിൻ്റെ ബോണിനെയാണ് നമ്മൾ ഹ്യൂമറസ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമറസ് ലാറ്ററലി അറ്റ് ദ ഷോൾഡർ ജോയിൻറ്റ്. മൂവിങ് ദ ഹ്യൂമറസ് ലാറ്ററലി അറ്റ് ദി ഷോൾഡർ ജോയിൻറ്റ്. പിന്നെ ഏതാണ്? മൂവിങ് ദ പാം ലാറ്ററലി അറ്റ് ദി റിസ്റ്റ് ജോയിൻറ്റ് റൈറ്റ് സൈഡിലെ പിക്ചർ മുകളിലുള്ളത്. ആൻഡ് മൂവിങ് ദ ഫെമർ ലാറ്ററലി അറ്റ് ദി ഹിപ്പ് ജോയിൻറ്റ്. ആ താഴെയുള്ള ഹിപ്പ് ജോയിൻറ്റ് അവിടെ സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് അഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ദാറ്റ് റിട്ടേൺസ് ഈച്ച് ഓഫ് ദീസ് ബോഡി പാർട്സ് ടു ദി അനാട്ടമിക്കൽ പൊസിഷൻ ഈസ് അഡക്ഷൻ. ഇനി വിരൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ്. ഓക്കെ. ദ മിഡ് ലൈൻ ഓഫ് ദ ബോഡി ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ പോയിന്റ് ഓഫ് റെഫറൻസ് ഫോർ അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ ഓഫ് ദ ഡിജിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബോഡീൻ്റെ മിഡ് ലൈൻ അല്ല ഇവിടെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ആ നടുവിരലിന് നേരെ ഒരു ഇമാജിനറി ലൈന്, അങ്ങനെയാണ് പിന്നെ റെഫറൻസിന് ഉപയോഗിക്കുക. ഇൻ അബ്ഡക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ് ബട്ട് നോട്ട് ദ തമ്പ്, അത് ഓർമ്മിക്കണേ. ആൻ ഇമാജിനറി ലൈൻ ഈസ് ഡ്രോൺ ത്രൂ ദി ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദ മിഡിൽ ഫിംഗർ, ലോങ്ങസ്റ്റ് മിഡിൽ ഫിംഗർ, ആൻഡ് ദ ഫിംഗേഴ്സ് മൂവ് എവേ, അതായത് സ്പ്രെഡ് ഔട്ട് ഫ്രം ദ മിഡിൽ ഫിംഗർ. ഇൻ അബ്ഡക്ഷൻ ഓഫ് ദ തമ്പാണെങ്കിലോ നമ്മളെ തള്ളവിരലാണെങ്കിൽ ദ തമ്പ് മൂവ്സ് എവേ ഫ്രം ദ പാം ഇൻ ദ സജൈറ്റൽ പ്ലെയിൻ ആണ്. ഓക്കെ. പിന്നെ അബ്ഡക്ഷൻ ഓഫ് ദ ടോസ്, കാലിലുള്ള വിരലാണെങ്കിലോ ഈസ് റിലേറ്റീവ് ടു ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ ത്രൂ ദി സെക്കൻഡ് ടോ. രണ്ടാമത്തെ ടോയിലാണ് നമ്മൾ ആ ഇമാജിനറി ലൈന് വരക്കുക. അഡക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ് റിട്ടേൺസ് ദം ടു ദ അനാട്ടമിക്കൽ പൊസിഷൻ. കാലിൻ്റെ കാര്യത്തിൽ അഡക്ഷൻ ഓഫ് ദ തമ്പ് മൂവ്സ് ദ തമ്പ് ടുവേർഡ്സ് ദ പാം ഇൻ ദ സജൈറ്റൽ പ്ലെയിൻ. അത് കൈയിൻ്റെ കാര്യത്തിലും. അപ്പോൾ അബ്ഡക്ഷൻ അഡക്ഷൻ മനസ്സിലായി. ഇനി നമുക്ക് സർക്കംഡക്ഷൻ എന്താണെന്ന് നോക്കാം. സർക്കംഡക്ഷനെ കൊണ്ട് ഞാൻ നേരത്തെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ മതി. എക്സാമ്പിൾസ് ഓഫ് സർക്കംഡക്ഷൻ ആർ മൂവിങ് ദ ഹ്യൂമറസ് ഇൻ എ സർക്കിൾ അറ്റ് ദ ഷോൾഡർ ജോയിൻറ്റ്. ആ മുകളിൽ ആ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഫീമെയിലിൻ്റെ കാണിക്കുന്നുണ്ടല്ലോ, ആ ഷോൾഡർ ജോയിൻ്റ് എടുത്തുനിന്ന് അവിടുന്ന് വട്ടത്തിൽ കറക്കുക. മൂവിങ് ദ ഹ്യൂമറസ് ഇൻ എ സർക്കിൾ അറ്റ് ദി ഷോൾഡർ ജോയിൻറ്റ്. പിന്നെ മൂവിങ് ദ ഹാൻഡ് ഇൻ എ സർക്കിൾ അറ്റ് ദ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ അടുത്ത് അവിടുന്ന് കറക്കുന്നതും അതിൻ്റെ പിക്ചറില്ല. പിന്നെ മൂവിങ് ദ തമ്പ് ഇൻ എ സർക്കിൾ അറ്റ് ദി മെറ്റാകാർപ്പൽ ജോയിൻറ്റ്. നമ്മളെ തമ്പ് നമ്മളെ തള്ളവിരലില്ലേ, അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ നെക്സ്റ്റ് മൂവിങ് ദ ഫിംഗേഴ്സ് ഇൻ എ സർക്കിൾ അറ്റ് ദി മെറ്റാകാർപ്പോ-ഫാലാഞ്ചിയൽ ജോയിൻറ്റ്സ്. സർക്കംഡക്ഷൻ്റെ 2 പിക്ചർ മാത്രമേ ഉള്ളൂ ആ ലെഫ്റ്റ് സൈഡിൽ. ഇനി നെക്സ്റ്റ് കാലിൻ്റെ സർക്കംഡക്ഷൻ. മൂവിങ് ദ ഫെമർ ഇൻ എ സർക്കിൾ അറ്റ് ദി ഹിപ്പ് ജോയിൻറ്റ്. അപ്പോൾ സർക്കംഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ആ 2 പിക്ചർ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മൾ ഷോൾഡറിൻ്റെ അടുത്ത്, പിന്നെ ഇത് കാലിൻ്റെ ഹിപ്പ് ഭാഗത്തുള്ള ജോയിൻറ്റ്. അത് കൂടാണ്ട് നമുക്ക് നമ്മളെ റിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അവിടുന്ന് സർക്കംഡക്ഷൻ ആ ഒരു മൂവ്മെൻറ്റ്, ഇതേ മൂവ്മെൻറ്റ് നമ്മളെ റിസ്റ്റിൻ്റെ അടുത്തു നിന്നും പിന്നെ നമ്മളെ വിരലിൻ്റെയും ഭാഗത്ത് പറ്റും, പിന്നെ നമ്മളെ തമ്പിൻ്റെ ഭാഗത്തും പറ്റും അല്ലേ. അതുപോലെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അത്രയും ഈസിയിൽ നമുക്ക് ഹിപ്പ് ജോയിൻറ്റ് മൂവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് ആണ് കാലിനുള്ളത്. Both shoulder and hip joint permit circumduction. Flexion, abduction, extension and adductions are more limited in the hip joints than in the shoulder joints due to the tension on certain ligaments and muscles and the depth of the acetabulum in the hip joint. അങ്ങനെ നമ്മൾ ആംഗുലാർ മൂവ്മെൻറ്റ് ഫുൾ കഴിഞ്ഞു. ഇനി ഈ വലത്ത് ഭാഗത്ത് ആ തലേൻ്റെ ഭാഗത്ത് മുതലുള്ളത് റൊട്ടേഷനാണ്. റൊട്ടേഷൻ നമ്മളെ എവിടെയെല്ലാം നമുക്ക് റൊട്ടേഷൻ പറ്റുക? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, എ ബോൺ റിവോൾവ്സ് അറൗണ്ട് ഇറ്റ്സ് ഓൺ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ഒരു ബോൺ അതിൻ്റെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തല നോക്കിയാൽ മതിയേ. ഇത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേണിങ് ദ ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് അറ്റ് ദി അറ്റ്ലാൻറ്റോ ആക്സിയൽ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ഓക്കെ. ആസ് വെൻ യു ഷെയ്ക്ക് യുവർ ഹെഡ് എന്ന് നമ്മൾ തല കൊണ്ട് ഷെയ്ക്ക് ചെയ്യുമ്പം എങ്ങനെയാണോ ഒരു മൂവ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? സർക്കംഡക്ഷനും റൊട്ടേഷനും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഈ എയറിൽ സർക്കിൾ വരയ്ക്കുമ്പം എങ്ങനെയാണോ മൂവ്മെൻറ്റ്, അതിനെ സർക്കംഡക്ഷൻ എന്ന് പറയും. കൈ കൊണ്ട് സർക്കിൾ വരയ്ക്കുമ്പം കൈയിൻ്റെ സർക്കംഡക്ഷൻ ഷോൾഡറിൻ്റെത്, പിന്നെ കാലുകൊണ്ട് സർക്കിൾ വരയ്ക്കുമ്പം കാലിൻ്റെ സർക്കംഡക്ഷൻ ആ ഹിപ്പിൻ്റെത്. ഇനി നമുക്ക് തലേൻ്റെ റൊട്ടേഷൻ, അത് ഞാൻ പറഞ്ഞു. എന്ന് പറയുമ്പോഴുള്ള ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു സെയിം ആ ബോണിൻ്റെ തന്നെ ആക്സിസിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി കൈയിൻ്റെ ആ എൽബോൻ്റെയും
പിന്നെ കാലിൻ്റെയും ആ റൈറ്റ് സൈഡിലുള്ള 2 പിക്ചർ നോക്ക്. അവിടെ ലാറ്ററൽ റൊട്ടേഷനും മീഡിയൽ റൊട്ടേഷനും. നമ്മൾ മിഡ് ലൈനിൻ്റെ ഭാഗത്തോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മീഡിയൽ റൊട്ടേഷനും, ലാറ്ററൽ സൈഡിലേക്കാണെങ്കിൽ ലാറ്ററൽ റൊട്ടേഷനും. ഓക്കെ, മിഡ് ലൈനിൽ നിന്ന് ദൂരോട്ടേക്കാണെങ്കിൽ ലാറ്ററൽ റൊട്ടേഷൻ. അതേപോലെ കാലിൻ്റെയും കണ്ട, കാലിൻ്റെ ആ താഴത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. ലാറ്ററൽ റൊട്ടേഷനും മീഡിയൽ റൊട്ടേഷനും. മിഡ് ലൈനിലേക്കാണെങ്കിൽ മീഡിയലും, മിഡ് ലൈനിൽ നിന്ന് ദൂരോട്ടേക്കാണെങ്കിൽ ലാറ്ററലും. അത് സെയിം ആ ബോണിൻ്റെ ആ ഒരു ആക്സിസിൽ നിന്ന് ദൂരോട്ടേക്കും അടുത്തോട്ടേക്കും റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആംഗുലാർ മൂവ്മെൻറ്റും റൊട്ടേഷനും എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Special movements occurs only at certain joints. They include elevation, depression, protraction, retraction, inversion, eversion, dorsiflexion, plantar flexion, supination, pronation and opposition. അത് നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നോട്ട്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഈ പിക്ചർ നോക്ക്. ഇതിൻ്റെ അകത്ത് എലിവേഷൻ, നമ്മളെ താടി ഭാഗം, വായി പൂട്ടുന്ന സമയത്ത് നമ്മളെ താടി ഭാഗം മുകളിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത്. അവിടെ ആരോ മാർക്കുണ്ട് ബ്ലാക്ക് കളറിൽ. ഓക്കെ, അതുപോലെ വായി തുറക്കുന്ന സമയത്ത് നമ്മളെ താടി ഭാഗം താഴോട്ടേക്ക് ഡിപ്രസ് ചെയ്യുന്നത്, ഡിപ്രഷൻ. ആ മൂവ്മെൻറ്റിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എലിവേഷനും ഡിപ്രഷനും മനസ്സിലായി. എലിവേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, താടി ഭാഗം മുകളിലേക്ക് വായി പൂട്ടുമ്പോൾ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ താടി ഭാഗം താഴോട്ടേക്ക് വായി തുറക്കുന്ന സമയത്ത് ഡിപ്രഷൻ. താടി ഭാഗത്തിൻ്റെ എലിവേഷൻ ആൻഡ് ഡിപ്രഷനാണ് പറയുന്നത്. അതായത് ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റ്, ഓക്കെ, ബിറ്റ്വീൻ ദ മാൻഡിബിൾ ആൻഡ് ദ ടെമ്പറൽ ബോൺ. മാൻഡിബിളാണ് എലിവേറ്റ് ചെയ്യുന്നത്. എലിവേഷൻ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ മൂവ്മെൻറ്റ് ടു ലിഫ്റ്റ് അപ്പ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രസ് ഡൗൺ, ഇൻഫീരിയർ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി പാർട്ട്. അതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി മുകളിലെ റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്ക്. പ്രൊട്രാക്ഷനും റിട്രാക്ഷനും, അതും താടി ഭാഗം തന്നെ. പ്രൊട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ താടി ഭാഗം നമ്മൾ മുമ്പോട്ടേക്കാക്കുക. റിട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി ഭാഗം നമ്മൾ ബാക്കോട്ടേക്കാക്കുക. പ്രൊട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഡ്രോ ഫോർത്ത്, റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഡ്രോ ബാക്ക്, അതായത് ബാക്കോട്ടേക്ക് വലിക്കുക, മുമ്പോട്ടേക്ക് തള്ളുക. പ്രൊട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തള്ളുക, റിട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കോട്ടേക്ക് വലിക്കുക. താടി ഭാഗം തന്നെ, ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റ് തന്നെ. മാൻഡിബിളിനെ ബാക്കോട്ടേക്ക് വലിക്കുക, മാൻഡിബിളിനെ മുമ്പോട്ടേക്ക് തള്ളുക. ഇനി ഇൻവേർഷൻ ആൻഡ് എവേർഷൻ. ഓക്കെ, ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക്, എവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക്, നമ്മുടെ ബോഡീൻ്റെ മിഡ് ലൈനിൻ്റെ ഉള്ളിലേക്ക്, ഉൾഭാഗത്തോട്ടേക്ക് പിന്നെ മൂവ്മെൻറ്റ്, ഉൾഭാഗത്തോട്ടേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. പുറത്തേക്കാവുമ്പം ഇവേർഷൻ. ടു ടേൺ ഇൻവേർഡ്, അതിനെയാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടു ടേൺ ഔട്ട്വേർഡ്, ഇവേർഷൻ. അത് മനസ്സിലായില്ലേ? ആ കാല് നോക്കിയാൽ മതി, ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള നമ്മളെ കാൽഭാഗം. ഇൻവേർഷനും എവേർഷനും ആ ഏറോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ് ആണ് പഠിക്കുന്നത്. ഇനി താഴെയുള്ള നടുക്കുള്ള പിക്ചർ നോക്ക്. അതിൻ്റെ അകത്ത് നമുക്ക് പ്ലാന്റാർ ഫ്ലെക്ഷനും ഡോർസി ഫ്ലെക്ഷൻ എന്താണെന്ന് നോക്കാം. പ്ലാന്റാർ എന്നുള്ളത് നമ്മളെ കാലിനെ ഉദ്ദേശിച്ച് പറയുമ്പോഴാണ് പ്ലാന്റാർ എന്ന് വരിക. പാൽമാർ എന്ന് വരുമ്പം നമ്മളെ കയ്യിനെ ഉദ്ദേശിച്ചിട്ട് വരുമ്പോഴാണ് പാൽമാർ എന്ന് വരിക. ഇവിടെ നമ്മൾ കാലിൻ്റെ പ്ലാന്റാർ ഫ്ലെക്ഷൻ ആൻഡ് ഡോർസി ഫ്ലെക്ഷൻ. നമ്മൾ കാലൊന്ന് ജസ്റ്റ് എടുത്തിട്ട് തൂക്കിയിട്ടിട്ട്, കാലൊന്ന് പൊന്തിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാല് താഴോട്ടേക്ക് ഫ്ലെക്ഷൻ. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാല് താഴോട്ടേക്ക് മടക്കുന്ന സമയത്ത് അതിനെ പ്ലാന്റാർ ഫ്ലെക്ഷൻ എന്ന് പറയും. നേരെ തിരിച്ച് മുകളിലേക്ക് മടക്കി കൊണ്ടിരുന്നതാണെങ്കിലോ ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറയും. ഫ്ലെക്ഷൻ തന്നെ, മടക്കൽ തന്നെ, പക്ഷേ ഡോർസി ഫ്ലെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റാർ ഫ്ലെക്ഷനും ഡോർസി ഫ്ലെക്ഷനും എന്താണെന്ന് മനസ്സിലായി. ഇനി സുപ്പിനേഷൻ, പ്രൊനേഷൻ. ഇത് കൈയിൻ്റെയാണ്. കൈയിൻ്റെ ആ ഒരു പൊസിഷൻ നോക്ക്. നമ്മൾ ആ പുറം കൈ മുകളിലും പിന്നെ ഉള്ളം കൈ താഴെയുമാണെങ്കിൽ അതിനെ പ്രൊനേഷൻ എന്ന് പറയും. നേരെ മറിച്ച് പുറം കൈ താഴെയും ഉള്ളം കൈ മുകളിലും ആയിട്ട് വരുന്നതിനെ സുപ്പിനേഷൻ എന്ന് പറയും. ആ ഒരു മൂവ്മെൻറ്റ്, പുറം കൈ മുകളിലേക്ക് വരുന്ന രീതിയിലും പുറം കൈ താഴോട്ടേക്ക് വരുന്ന രീതിയിലുമുള്ള ആ ഒരു മൂവ്മെൻറ്റ്, അതാണ് പ്രൊനേഷനും സുപ്പിനേഷനും. ആ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഉള്ളം കൈയാണ് പാം ആൻറ്റീരിയർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്, പുറം കൈയാണ് പാം പോസ്റ്റീരിയർ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റിലത്തെ സ്പെഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒപ്പോസിഷനാണ്. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തള്ളവിരലിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ്. അത് നമ്മൾ സാധാരണ ബാക്കിയുള്ള വിരൽ മൂവ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. തള്ളവിരലിൻ്റെ ടിപ്പ് കൊണ്ട് നമ്മൾ ബാക്കിയുള്ള വിരലിൻ്റെ ടിപ്പിലേക്ക്, സെയിം ഹാൻഡിൻ്റെ ആയിരിക്കണം. മറ്റേ കൈയിൻ്റെ ടിപ്പ് പോയിട്ട് മറ്റേ കയ്യിലുള്ള വിരലിൻ്റെ ടിപ്പിൽ പോയിട്ട് തൊട്ടിട്ട് കാര്യമില്ല. ഒരേ സെയിം കയ്യിലുള്ള തള്ളവിരലുകൊണ്ട് സെയിം കയ്യിലുള്ള ബാക്കിയുള്ള വിരലിൻ്റെ ടിപ്പിലേക്ക് ടച്ച് ചെയ്യാം. ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ
ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോട്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടില്ല, ഞാൻ ഇപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാനിത് ഓരോന്നും വായിക്കണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ലാസ്റ്റിലത്തെ സ്പെഷ്യൽ മൂവ്മെൻറ്റിൻ്റെ എലിവേഷൻ, ഡിപ്രഷൻ, പ്രൊട്രാക്ഷൻ, റിട്രാക്ഷൻ, ഇൻവേർഷൻ, ഇവേർഷൻ, ഡോർസിഫ്ലെക്ഷൻ, പ്ലാന്റാർ ഫ്ലെക്ഷൻ, സുപ്പിനേഷൻ, പ്രൊനേഷൻ ആൻഡ് ഒപ്പോസിഷൻ. അതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്തോ. ഫസ്റ്റിലത്തെ എലിവേഷൻ. എലിവേഷൻ എന്ന് പറയുന്നത് ടു ലിഫ്റ്റ് അപ്പ്. ഇറ്റ് ഈസ് ദ സുപ്പീരിയർ മൂവ്മെൻറ്റ് ഓഫ് ദി ബോഡി പാർട്ട് സച്ച് ആസ് ക്ലോസിംഗ് ദ മൗത്ത് അറ്റ് ദി ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ മാൻഡിബിൾ ആൻഡ് ടെമ്പറൽ ബോൺ ടു എലിവേറ്റ് ദ മാൻഡിബിൾ. മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ താടിയെല്ലിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ മാൻഡിബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രസ് ഡൗൺ. ഇറ്റ് ഈസ് എ ഇൻഫീരിയർ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി പാർട്ട് സച്ച് ആസ് ഓപ്പണിംഗ് ദ മൗത്ത് ടു ഡിപ്രസ് ദ മാൻഡിബിൾ. ഇനി നെക്സ്റ്റ് വൺ പ്രൊട്രാക്ഷൻ. പ്രൊട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഡ്രോ ഫോർത്ത് ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി പാർട്ട് ആൻറ്റീരിയർലി ഇൻ ദ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. You can protract your mandible at the temporomandibular joint by thrusting it outward. Thrusting, THRUSTING, it outward. ഇത് ഓരോന്നിൻ്റെ എക്സാമ്പിളാണ്, നിങ്ങൾ എഴുതണം. നിങ്ങൾ ഈ പിക്ചർ മനസ്സിലുണ്ടാവണം, അപ്പോൾ എഴുതാനും ഈസി ആയിരിക്കും. ഞാൻ ഈ പറയുന്ന നോട്ട് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ റിട്രാക്ഷൻ. റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഡ്രോ ബാക്ക്. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് എ പ്രൊട്രാക്റ്റഡ് പാർട്ട് ഓഫ് ദ ബോഡി ബാക്ക് ടു ദി അനാട്ടമിക്കൽ പൊസിഷൻ. അതായത് പ്രൊട്രാക്റ്റ് ചെയ്തിട്ടുള്ള, തള്ളി വെച്ചിട്ടുള്ള ആ പാർട്ടിനെ തിരിച്ച് ബാക്കിലേക്ക്, ടു ഡ്രോ ബാക്ക്. മൂവ്മെൻറ്റ് ഓഫ് ദ പ്രൊട്രാക്റ്റഡ് പാർട്ട് ഓഫ് ദി ബോഡി ബാക്ക് ടു ദി അനാട്ടമിക്കൽ പൊസിഷൻ. ഇനി നെക്സ്റ്റ് വൺ ഇൻവേർഷൻ. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ടു ടേൺ ഇൻവേർഡ്. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി സോൾ മീഡിയലി അറ്റ് ദി ഇൻ്റർടാർസൽ ജോയിൻസ്. സോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, SOL. അത് മീഡിയലിലേക്ക് അറ്റ് ദി ഇൻ്റർടാർസൽ ജോയിൻറ്റ്. ബിറ്റ്വീൻ ദ ടാർസലിനെയാണ് ഇൻ്റർടാർസൽ ജോയിൻസ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്, ഇൻവേർഡ്, ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ടു ടേൺ ഇൻവേർഡ്. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സോൾ മീഡിയലി അറ്റ് ദി ഇൻ്റർടാർസൽ ജോയിൻസ്. ഇനി എവേർഷൻ. എവേർഷൻ എന്ന് പറഞ്ഞാൽ ടു ടേൺ ഔട്ട്വേർഡ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് ദ സോൾ ലിറ്ററലി അറ്റ് ദി ഇൻ്റർടാർസൽ ജോയിൻസ്. ഇനി നെക്സ്റ്റ് വൺ ഡോർസി ഫ്ലെക്ഷൻ. അടുത്ത പിക്ചർ നോക്കുക. ഡോർസി ഫ്ലെക്ഷനും പ്ലാന്റാർ ഫ്ലെക്ഷനും കാലിൻ്റെത്. ഓക്കെ, ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ബെൻഡിങ് ഓഫ് ദ ഫുട്ട് അറ്റ് ദി ആങ്കിൾ ഓർ talocrural joint between the tibia, fibula and talus is the direction of the dorsum bracketly superior surface. Dorsiflexion occurs when you stand on your heels. ഹീൽസിൽ നിൽക്കുമ്പം ഡോർസിഫ്ലെക്ഷൻ നടക്കും. ഹീൽസിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കാലുണ്ടാകുക? അതാണ് ഡോർസിഫ്ലെക്ഷൻ. ഇറ്റ്സ് ഒപ്പോസിങ് മൂവ്മെൻറ്റ് ഈസ് പ്ലാന്റാർ ഫ്ലെക്ഷൻ. പ്ലാന്റാർ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡോർസിഫ്ലെക്ഷൻ്റെ നേരെ ഒപ്പോസിങ് മൂവ്മെൻ്റ് ആണ് പ്ലാന്റാർ ഫ്ലെക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ബെൻഡിങ് ഓഫ് ദ ഫുട്ട് അറ്റ് ദി ആങ്കിൾ ജോയിൻറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി പ്ലാന്റാർ ഓർ ഇൻഫീരിയർ സർഫേസ് ആസ് വെൻ യു എലിവേറ്റ് യുവർ ബോഡി ബൈ സ്റ്റാൻഡിങ് ഓൺ യുവർ ടോസ്. നമ്മളെ വിരലിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സുപ്പിനേഷൻ ആൻഡ് പ്രൊനേഷൻ. സുപ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഫോർ ആം അറ്റ് ദി പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ റേഡിയോ അൾനാർ ജോയിൻറ്റ്സ് ഇൻ വിച്ച് ദ പാം ഈസ് ടേൺഡ് ആൻറ്റീരിയർലി. The position of the palms is one of the defining feature of the anatomical position. Its opposing movement is pronation. Pronation എന്ന് പറഞ്ഞാൽ it is the movement of the forearm at the proximal and distal radio-ulnar joints in which the distal end of the radius crosses over the distal end of the ulna and the palm is turned posteriorly. എഴുതി വെക്കണേ. നിങ്ങൾക്ക് സമാധാനത്തിൽ ആ പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ നോട്ടും കൂടി വായിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ഇനി ലാസ്റ്റ് വൺ ഒപ്പോസിഷൻ. ഒപ്പോസിഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി തമ്പ് അറ്റ് ദി കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ ട്രപ്പീസിയം ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് ദി തമ്പ് ഇൻ വിച്ച് ദ തമ്പ് മൂവ്സ് അക്രോസ് ദ പാം ടു ടച്ച് ദ ടിപ്സ് ഓഫ് ദ ഫിംഗർ ഓൺ ദി സെയിം ഹാൻഡ്. ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ വീഡിയോ ഇപ്പം തന്നെ 24 minutes ആയി. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ്. സൈനോവിയൽ ജോയിൻറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 6 categories ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. ഏത് ടൈപ്പ് മൂവ്മെൻ്റ് ആണ് അതിനനുസരിച്ചിട്ട് സൈനോവിയൽ ജോയിൻറ്റ് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പിവോട്ട് ജോയിൻറ്റ്, കോണ്ടൈലോയിഡ് ജോയിൻറ്റ്, സാഡിൽ ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ തന്നെ നെക്സ്റ്റ് വീഡിയോ ഇടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. താങ്ക് യു.